ബലീനോ വേഴ്സസ് സ്വിഫ്റ്റ്. ഇന്നും ഫാൻ ഫൈറ്റ് നടക്കുന്ന മാരുതി സുസുക്കിയുടെ രണ്ട് ഹാച്ച് ബാക്കുകളാണ് ബലീനോയും സ്വിഫ്റ്റും. ഇവർക്ക് രണ്ടുപേർക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊരു തെണ്ടിയുടെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മോഡലുകൾക്കും അവരുടേതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. കുറച്ച് മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ രണ്ടിലും സെയിം എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെന്റ് ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ സ്വിഫ്റ്റിൽ ഒരു പുതിയ എഞ്ചിൻ വന്നു, ഫേസ് ലിഫ്റ്റ് വന്നതോട് കൂടിയിട്ട്. അതായത് ഒരു 3 സിലിണ്ടർ സെഡ് സീരീസ് പുതിയ മാരുതി സുസുക്കിയുടെ എഞ്ചിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ച് അണ്ടർ പവേർഡ് ആയിരുന്നു ബലീനോ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ബലീനോന്റെ ഫാൻസ് കുറച്ചുകൂടി ശക്തമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അണ്ടർ പവേർഡ് ആയി പോയി സ്വിഫ്റ്റ്. അല്ലെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിനാണ്, ഞങ്ങൾക്ക് 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫൈറ്റ് ആണ് ഇവർ തമ്മിൽ. പക്ഷേ റീസെന്റ് കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ബ്രെസ്സയുടെ ഫേസ് ലിഫ്റ്റ് ഉടനെ തന്നെ വരും. പക്ഷേ അതിനുശേഷം ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ബലീനോ ആണ്. ബലീനോന്റെ ഫേസ് ലിഫ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ അതിലുള്ള ഒരു കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി അല്ല, ഒരു ഫാക്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബലീനോ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഡിസയറിലും നമ്മുടെ പുതിയ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ സെഡ് സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും ബലീനോയിലും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് കുറച്ചൊന്ന് കുറയും. പക്ഷേ നമ്മുടെ ബലീനോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബലീനോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. നെക്സയുടെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രീമിയംനെസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനം തന്നെയാണ് ബലീനോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബൂട്ട് സ്പേസ് എടുത്താലും കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലീനോന്റെ 4 സിലിണ്ടർ എഞ്ചിന്റെ ഒരു ആരാധകനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തോളാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ 4 സിലിണ്ടർ എഞ്ചിൻ എന്തായാലും മിസ്സാവും. ശരിക്കും വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് തന്നെയാണ് ആ 1.2 K സീരീസ് നമ്മുടെ ഡുവൽ VVT എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തോളാം. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി ബലീനോ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് സൺറൂഫ് അടക്കമുള്ള ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മാരുതി ആയതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാലും സൺറൂഫ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഡിസയർ ഒക്കെ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് സൺറൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. പിന്നെ നെക്സയുടെ അണ്ടറിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ചധികം ഫീച്ചേഴ്സ് എങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ ബലീനോന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നതാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാം.